ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലാണ്. അത് വീട്ടിലിരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റിനും പല സൗണ്ടും കേൾക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തോതിനെ പറ്റിയിട്ടാണെന്ന്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലേ. ഇപ്പം സമ്മർ ടൈമാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത്, ഞാനൊക്കെ ഇതിന് മുന്നേ ഇത്രയും ഒരു ചൂട് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിനേക്കാളും കൂടുതൽ ചൂടത്താണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. വിയർത്ത് ആകെപ്പട. അത് പറഞ്ഞപ്പോഴാണ് ഇന്നെന്തോ കേരളത്തിൽ മൊത്തം കറണ്ട് കട്ടാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ന്യൂസ് ഞാനൊന്ന് കേട്ടു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഉറക്കം സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് സമ്മറിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, ഈ ചൂടത്തും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്. നമുക്ക് സൂര്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ചൂട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്താൽ ഈ ചൂടിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എന്നെപ്പോലെ അപ്പോൾ നമ്മളിന്ന് അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നല്ല ഗുഡ് ഗേളായിട്ട് വെള്ളമൊക്കെ ഇട്ട് വന്നിരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈറ്റ് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് ഫുഡ്സ്. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ സമ്മറാണ്, അതുകൊണ്ട് ഫ്രൂട്ട്സിനൊക്കെ എങ്ങനെയൊക്കെയാണ് വില എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സീസണൽ ഫ്രൂട്ട്സ് കിട്ടും. വാട്ടർ കണ്ടൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാൻ നോക്കുക. ലൈക്ക് വാട്ടർ മെലൺ, അങ്ങനത്തെ ഫ്രൂട്ടൊക്കെ ധാരാളം കഴിക്കാൻ നോക്കുക. നമ്മൾ എന്തായാലും ഒരു ഈവനിങ്ങിൽ മിക്സ്ചറോ ബിസ്ക്കറ്റോ അങ്ങനെ കുറേ എണ്ണ വറുത്തൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിയിട്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമ്മുടെ ഫുഡ്സിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അത് നമ്മുടെ സ്കിന്നിനും ഗ്ലോ ഒക്കെ തരും. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണോ അത് ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നോക്കുക. അത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അവോയ്ഡ് ഹോട്ട് ബിവറേജസ് എന്ന് പറഞ്ഞാൽ ബിവറേജിൽ പോകണ്ട എന്നില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചായ, കാപ്പി ഇതൊക്കെ സമ്മറിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഞാനൊരു ചായ, കോഫി അങ്ങനത്തെ ഒരു പേഴ്സണേ അല്ല. അപ്പോൾ എനിക്കത് പ്രശ്നമില്ല. ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഈ സമ്മറിലും അവൾ ചായ കുടിക്കും, രാത്രി വരെ ചായ കുടിക്കും. അപ്പോൾ ചായ, കാപ്പി, കോഫി അതൊക്കെ കുറയ്ക്കുക. തേയില അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സമ്മറിൽ നല്ലതല്ല. അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. പക്ഷെ നിങ്ങൾക്കത് പറ്റത്തില്ല, നിങ്ങൾ ചായ കുടിച്ച് ശീലിച്ചവരാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുടിക്കുന്നത് നിർത്തുക. സമ്മറിൽ നമുക്ക് നല്ലതല്ല. യൂസ് ഐ പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ സിനിമ നടിയാണോ, സിനിമ നടനാണോ സൺഗ്ലാസ് ഒക്കെ വയ്ക്കാൻ. അങ്ങനെയല്ല, നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നല്ല വെയിലാണ്, നമ്മൾ ഫേസിലൊക്കെ ടാൻ വരുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിനും പ്രശ്നമുള്ള ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലൊരു നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണോ ഇഷ്ടം, ഇപ്പോൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫേസിന് ഇതാണോ ശരി, നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഗ്ലാസ് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുക. കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഈ സമ്മറിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് സൺസ്ക്രീൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യമെങ്കിലും റീഅപ്ലൈ ചെയ്യാൻ നോക്കുക. സൺസ്ക്രീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വെയിലത്ത് നമുക്കൊരു സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റത്തില്ല. പിന്നെ നിങ്ങൾ നടന്നിട്ട് ടാൻ മാറ്റാൻ എന്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിധി വരെ മുഖത്തിനഴിക്കുന്ന ടാനും നമ്മൾ സൺസ്ക്രീൻ കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അത് ദൈവത്തെ ഓർത്ത് നിർത്തരുത്, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ നോക്കുക. രാത്രി ഒഴിച്ച് ബാക്കി നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തെല്ലാം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ സമ്മറിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബാഗിൻ്റെ അകത്ത് കരുതേണ്ട ഒരു സാധനമാണ്. ബോയ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ടേക്ക് ഐസ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഐസിൽ ഇറങ്ങി കുളിക്കണ്ട. നമ്മളൊരു ബൗൾ എടുക്കുക, അതിൽ കുറച്ചേറെ ഐസ് ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഫേസ് അതിൽ എത്ര നേരം നമുക്കിങ്ങനെ മുക്കി പിടിക്കാൻ പറ്റുന്നു അത്ര നേരം, മൂക്കിലൊന്നും വെള്ളം കയറരുത്, അത്രയും നേരം നമ്മൾ ഫേസ് ഇങ്ങനെ ഭയങ്കര റിഫ്രഷിങ് ആണ് ഫേസിന്. അതിപ്പോൾ തലവേദനയൊക്കെ ഉള്ളവർ ഇനി ഐസ് വെള്ളത്തിൽ മുമ്പ് ചാടണ്ട. അല്ലാത്തവർ ഒരു ദിവസം 1-2 പ്രാവശ്യം ചെയ്യുന്നതിലായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫേസിന്. പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാനും ഫേസിനൊരു ഗ്ലോ കൊടുക്കാനൊക്കെ ഐസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഐസ് റോളർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിലാണ് ഫേസിന് മുക്കി വയ്ക്കുക. അത് ഭയങ്കര റിഫ്രഷിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യാം.
പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ലൂസായിട്ടുള്ള ഡ്രസ്സ്, നമ്മുടെ സമ്മർ സീസണിൽ പറ്റുന്ന ഡ്രസ്സ്, വീട്ടിലൊക്കെ ആണെങ്കിലും നല്ല ലൂസ് ഡ്രസ്സ് ഇടാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും ഞാൻ എന്ത് ഇട്ടേക്കുന്നത്, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഇനി അത് പറയണ്ട, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്കും അതിൽ ഒരു കളഞ്ഞിട്ട് ഭയങ്കര ലൂസായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡ്രസ്സ് ഭയങ്കര ഈ ബ്ലാക്ക് ഡ്രസ്സൊന്നും, അങ്ങനെ ഞാൻ വീഡിയോയ്ക്കാണ്, ഈ ബ്ലാക്ക് ഡ്രസ്സൊന്നും ഇടാതെ ഭയങ്കര ലൂസായിട്ടുള്ള ടീഷർട്ട്സും പുറത്ത് പോകുമ്പോഴാണെങ്കിലും എന്താണ് കോട്ടൺ കുർത്താസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചൂട് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഡ്രസ്സൊന്നും കഴിവതും ഒഴിവാക്കുക. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾ ഇട്ട് കഴിക്കുക. അതും നമ്മുടെ ബോഡിക്ക്, അല്ലെങ്കിൽ ഈ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ചൂടൂരും അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ക്ലോത്ത്സ് ധരിക്കുമ്പോഴും നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് നല്ല കോട്ടൺ ഡ്രസ്സും അങ്ങനത്തെ ഒക്കെ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാനായിട്ട് നോക്കാം. ടേക്ക് ഷോർ ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തണുപ്പൊക്കെ ആണെങ്കിൽ 1-2 ദിവസമൊക്കെ കുളിക്കാതൊക്കെ, തല കുളിക്കാതൊക്കെ ഇരിക്കും, ചിലവർ കുളിക്കത്തേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു ദിവസം 2 നേരമെങ്കിലും കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനാണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും മുടി കഴുകുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഒരു ദിവസം എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം മുടി കഴുകി കുളിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചൂടൊക്കെയാണ്, തലയിലൊക്കെ ഭയങ്കര ചൂടായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. പുറത്ത് പോയിട്ട് വരുമ്പോൾ ആ പൊടി ഒക്കെ കൊണ്ട് നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒരു ദിവസം കുളിക്കാനായിട്ട് നോക്കുക. ഒരു വട്ടം കുളിക്കുന്നത് തന്നെ പാടുള്ളവരാണെന്ന് അറിയാം, പക്ഷേ ദിവസം നമ്മൾ 2 നേരം കുളിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ബോഡി ഫുള്ള് നമ്മൾ എപ്പോഴും നല്ല തണുത്തിരിക്കാനായിട്ട് നോക്കുക. ടേക്ക് ആൻ അംബ്രല്ല. അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകും, അറിയാം, നമ്മൾ പുറത്തൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഈ വെയിലത്ത് നമ്മൾ ഇങ്ങനെ കൈയും പിടിച്ച് തലയിലൊക്കെ തുണി ഇട്ടുകൊണ്ട് നടന്ന് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് കുട പിടിച്ചുകൊണ്ട് പോവുക. കുട പിടിച്ച് നമ്മൾ എതിർക്കാണ് കയറുന്നത്, അവിടുത്തെ കുട മടക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ബാഗിൽ, നമ്മുടെ കയ്യിലൊരു കുട അത്യാവശ്യമായിട്ടും കരുതുക. ഇതൊരു പരിധി വരെ നമ്മുടെ സൺ ടാനൊക്കെ വരാനുള്ള ഒരു ഇത് കുറയ്ക്കും. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഒരു കുട മസ്റ്റായിട്ടും ബാഗിനകത്ത് വെക്കുക. കുഞ്ഞിക്കുടയൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അതാകുമ്പോൾ ഈ മടക്കി ഓടിച്ച് വയ്ക്കുന്ന പാടൊന്നുമില്ല. അതെടുത്ത് മടക്കി കുഞ്ഞിക്കുടയാക്കി ബാഗിൽ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറിൽ ഇഷ്ടപ്പെട്ട കുട വാങ്ങിച്ചുകൊണ്ട് പുറത്ത് പോവുക. ലാസ്റ്റ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇപ്പോൾ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും വെള്ളം കുടിക്കാത്തവരുണ്ട്. പക്ഷേ വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ട സമയമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേർത്തും, ഞാനൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റാവും. അപ്പം അത് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ ലിപ്സൊക്കെ പൊട്ടാനൊക്കെ തുടങ്ങും. വെള്ളം നിറച്ച് കുടിക്കുക. 8 ലിറ്റർ വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരാൾ എത്രയാണോ കുടിക്കാൻ പറ്റും, എന്നാലും 2 ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളമല്ല, നിറയെ വെള്ളം കുടിക്കുക. ഈ ഒറ്റ അല്ലി കുടിച്ച് ഭയങ്കര പാടുപെട്ട് ഇത്രയും നിറയ്ക്കണമെന്നും പറഞ്ഞൊന്നും കുടിക്കണ്ട. കുറച്ചായിട്ടൊരു ബോട്ടിൽ, ഇഷ്ടമുള്ള ബോട്ടിലൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തിൽ നിറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മൾ ആ വെള്ളം കുടിക്കുന്ന ഒരു ബുദ്ധിമുട്ടും അറിയത്തില്ല, നമുക്കെന്നാൽ വെള്ളം ചെല്ലുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ടിപ്സാണ് സമ്മറിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എക്സസൈസ് ചെയ്യുന്നവരുണ്ടായിരിക്കും വീട്ടിൽ, ജിമ്മിലൊക്കെ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുക, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള മറ്റൊരു ടിപ്പാണ്. അപ്പോൾ വേറെ പറയാനുള്ളത്, ഭയങ്കര ചൂടാണെന്നറിയാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഫുൾ ടൈം AC ഇട്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. നമ്മൾ ഈ ഫാൻ്റെ കാര്യത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കും, എന്തെങ്കിലുമൊക്കെ ഈ ചൂട് മാറും എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത്.